Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് K2 BTech S1 Maths ഗ്രൂപ്പ് എ ആണ്. PYQ സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 1 ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. First question, at what points are the function g of x equal to x square minus x minus x by x minus 3 where x not equal to 3 and 5 where x equal to 3 is continuous? അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതൊക്കെ പോയിന്റ്സിൽ കണ്ടിന്യൂസ് ആവുന്നതാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദിസ് എക്സ് നോട്ട് ഈക്വൽ ടു 3യിലെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് എക്സ് ബൈ എക്സ് മൈനസ് 3 ആണ്. ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ റാഷണൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ് എവരിവെയർ ഇൻ ഇറ്റ്സ് ഡൊമൈൻ. പക്ഷെ അതിന്റെ ഡൊമൈനിൽ വരാത്തൊരു ടേം ആണ് എക്സ് ഡിവൈഡഡ് എക്സ് മൈനസ് 3 ഈക്വൽ ടു 0ന്റെ ഏതിലാണ്? എക്സ് ഈക്വൽ ടു 3യിലാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ ഈ റാഷണലി തന്നിരിക്കുന്ന റാഷണൽ ഫംഗ്ഷന്റെ ഡൊമൈനിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഈക്വൽ ടു 3 ആ ഫംഗ്ഷനിൽ എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 ജി ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 ജി ഓഫ് എക്സ് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്താൽ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് എഴുതാം അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 6ഉം ആഡ് ചെയ്താൽ മൈനസ് 1ഉം വരണം. അപ്പോൾ എക്സ് മൈനസ് 3 കട്ടായി എക്സ് പ്ലസ് 2 ആണ് ആൻസർ ആയിട്ട് വരിക. എക്സിന് 3 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയ 5 കിട്ടും. ഈ 5 എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ജി ഓഫ് 3യുടെ വാല്യൂ ആണ്. അപ്പോൾ ലിമിറ്റ് ഈക്വൽസ് ദ ഫംഗ്ഷൻ വാല്യൂ. അപ്പോൾ അത് നമ്മുടെ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷനിൽ സാറ്റിസ്ഫൈ ചെയ്യണത്. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിന്റ്സ്. അപ്പോൾ 3 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നൊരു സംശയം ഉണ്ടായത്. അത് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് 3 എന്ന് കിട്ടി. അപ്പോൾ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ആ പോയിന്റിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 ഉൾപ്പെടെ എല്ലാ പോയിന്റിലും തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 7 ബൈ എക്സ്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയത് യു ബൈ ബി ഫോമിൽ അപ്ലൈ ചെയ്യണമെന്ന് തോന്നും. പക്ഷെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും ഈ ഇക്വേഷനെ. എങ്ങനെ? ഈ എക്സിനെ ഓരോ ഫംഗ്ഷൻ ഓരോ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് ക്യൂബ് ബൈ എക്സ് പ്ലസ് 7 ബൈ എക്സ് എന്ന് എഴുതാലോ. എക്സ് ക്യൂബ് ബൈ എക്സ് എന്താണ്? എക്സ് സ്ക്വയർ ആണ്. 7 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 7x റേസ് ടു മൈനസ് 1 ആണ്. ഇനി പവർ റൂൾ വെച്ചിട്ട് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം അല്ലേ? എന്താണ് പവർ റൂള്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 7x റേസ് ടു മൈനസ് 1. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ്. 7x റേസ് ടു മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് മൈനസ് എക്സ് റേസ് ടു മൈനസ് 2 ആണ്. ഇനി ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒന്നും കൂടി ഡി ബൈ ഡി എക്സ് കാണാം. 2xന്റെ ഡെറിവേറ്റീവ് 2 ആണ്. മൈനസ് 7x റേസ് ടു മൈനസ് 2ന്റെ ഡെറിവേറ്റീവ് മൈനസ് 7 ഇൻറ്റു മൈനസ് 2 14x റേസ് ടു മൈനസ് 2 മൈനസ് 1 x റേസ് ടു മൈനസ് 3. അതായത് 2 പ്ലസ് 14 ബൈ എക്സ് റേസ് ടു 3 ആണ് ഇതിന്റെ ആൻസർ. Next, find limit x tends to 0, 1 by x minus 1 plus 1 by x plus 1 divided by x. നമുക്ക് ന്യൂമറേറ്ററിൽ LCM എടുക്കാം. അപ്പോൾ x plus 1 plus x minus 1 divided by x minus 1 into x plus 1 divided by x. That is x 1ഉം 1 plus 1 minus 1 cancel ആവും. x plus x 2x ആണ്. x minus 1 into x plus 1 x square minus 1 ആണ്. into x വന്നു. ഈ xും ഈ xും കട്ടാവും. xന് 0 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ 2 by 0 minus 1, that is minus 2 ആണ് correct answer. Find the linearization of f of x equal to cos x at x equal to pi by 2. അപ്പോൾ linearization ഫോർമുല എന്ന് പറഞ്ഞാൽ f at x equal to a linearization of a function f of x is given by L of x equal to f of a plus f dash of a into x minus a. f of x cos x ആണ്. a എന്ന് പറയുന്നത് pi by 2 ആണ്. f dash of x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. എഫ് ഡാഷ് ഓഫ് എ ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് പൈ ബൈ 2 എന്താണ് വരിക? കോസ് പൈ ബൈ 2. എഫ് ഡാഷ് ഓഫ് എ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സിലെ എക്സിന് പൈ ബൈ 2 എടുത്താൽ മൈനസ് സൈൻ പൈ ബൈ 2. സൈൻ പൈ ബൈ 2 1 ആണ്. എഫ് ഡാഷ് ഓഫ് എ മൈനസ് 1. ഇനി നമുക്ക് വേണ്ടത് എഫ് ഓഫ് എക്സ് കോസ് എക്സ് ആണ്. അതിന് എ പൈ ബൈ 2 കൊടുത്താൽ കോസ് പൈ ബൈ 2 0 ആണ്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ 0 minus 1 into x minus pi by 2, that is L of x equal to minus x plus pi by 2 ആണ്. Therefore, the linearization of f of x equal to cos x at x equal to pi by 2 is linearization of x equal to minus x plus pi by 2.
Next, determine the concavity of f of x equal to x cube minus 6x squared plus 9x plus 1. Actually, concavity എന്ന് പറഞ്ഞാൽ it is determined by the sign of the second derivative. തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആദ്യം കാണാം. എക്സ് ക്യൂബിൻ്റെത് 3x സ്ക്വയർ ആണ്, മൈനസ് 6x സ്ക്വയറിൻ്റെ 2x, 2ഉം 6ഉം മൈനസ് 12x പ്ലസ് 9xൻ്റെ പ്ലസ് 9 വരും. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 6x മൈനസ് 12. ഇനി നമ്മൾ അത് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യാണ്. 6x മൈനസ് 12 ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ടെസ്റ്റ് ദ കോൺകാവിറ്റി ഇൻ ദ ഇന്റർവെൽ, ഈ 2 ആണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. മൈനസ് നമ്പർ ലൈനിലെ മൈനസ് ഇൻഫിനിറ്റി ടു 2ഉം 2 ടു ഇൻഫിനിറ്റിയും. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റിയും 2ൻ്റെയും ഇടയിലുള്ള ഒരു നമ്പർ, അതായത് എക്സ് ഈക്വൽ ടു 0 കൺസിഡർ ചെയ്യുക. അത് മൈനസ് ഇൻഫിനിറ്റിയും 2ൻ്റെ ഇടയിലുള്ള നമ്പർ ആണല്ലോ. അതിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് 0ൻ്റെ വാല്യൂ ആണ്. ഇതിൽ 6 ഇൻറ്റു 0 മൈനസ് 12, ദാറ്റ് ഈസ് മൈനസ് 12, ദാറ്റ് ഈസ് നെഗറ്റീവ് ആണ്. അതായത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺകേവ് ഡൗൺ ആണ്. നെഗറ്റീവ് വന്നാൽ കോൺകേവ് ഡൗൺ ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് വന്നാൽ കോൺകേവ് ഡൗൺ ആണ്. ഇനി ഫോർ ദ ഇന്റർവെൽ 2 ടു ഇൻഫിനിറ്റി ലെറ്റ്സ് ചൂസ് എക്സ് ഈക്വൽ ടു 3. 2 ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഇതിൻ്റെ ഇന്റർവെൽ വരുന്ന ഇടയിൽ വരുന്ന എലമെന്റ് ആണ് 3. അതിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 3 18 മൈനസ് 12 6 വരും, വിച്ച് ഈസ് പോസിറ്റീവ് നമ്പർ. That is f double dash of x greater than 0 on this interval, therefore the function is concave up. For concave, the function is concave down on the interval minus infinity to 2 and concave up on the interval 2 to infinity. Show that y equal to mod x is differentiable on minus infinity to 0 and 0 to infinity, but has no derivative at x equal to 0. അപ്പോൾ അത് ഡിഫറൻഷ്യബിൾ ആണ് പ്രൂവ് ചെയ്യണം. പക്ഷേ എക്സ് ഈക്വൽ ടു 0 ഡെറിവേറ്റീവ് ഇല്ലാതും പ്രൂവ് ചെയ്യണം. അപ്പോൾ മോഡ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് വാല്യൂവിന് എപ്പോഴും എക്സിന് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ മോഡ് എക്സിൻ്റെ വാല്യൂ എക്സ് ആയിരിക്കും. എക്സ് ലെസ് ദാൻ ആകുമ്പോൾ അത് പൈ ഈക്വൽ ടു മൈനസ് എക്സും ആയിരിക്കും. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 വൈൻ്റെ വാല്യൂ എക്സ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 ആണ്. എക്സ് ലെസ് ദാൻ 0 വൈ മൈനസ് എക്സ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ആണ്. In the sense the upper derivative exists for all x not equal to 0, the function is differentiable on minus infinity to 0 and 0 to infinity. First part നമ്മൾ ചെയ്തു. Then to check the differentiability at x equal to 0, അപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഡെറിവേറ്റീവിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് ടു എഫ് ഓഫ് എഫ് ഡാഷ് ഓഫ് എയുടെ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച് ആണ്. നമുക്ക് അറ്റ് എക്സ് ഈക്വൽ ടു 0 ആണ് നോക്കേണ്ടത്. അപ്പോൾ എക്ക് 0 കൊടുത്താൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ബൈ എച്ച് വരും. ഈ എഫ് ഓഫ് എച്ച് എന്താണ് ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ മോഡ് എക്സ് ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ മോഡ് എച്ച് മൈനസ് 0 ബൈ എച്ച് വന്നു. ദെൻ ഈ ലെഫ്റ്റ് ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മോഡ് എച്ച് ബൈ എച്ച് ആണ്. ഓക്കെ, ഇനി ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് മോഡ് എച്ച് ബൈ എച്ച്. 0 മൈനസിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അതിൻ്റെ വാല്യൂ മൈനസ് എച്ച് ആണ്. മോഡ് എക്സ് ആയ കാരണം എക്സ് ലെസ് ദാൻ 0 അത് മൈനസ് എക്സ് ആണ്, അപ്പോൾ മൈനസ് എച്ച്, അപ്പോൾ ലിമിറ്റ് -1 കിട്ടും. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൽ എച്ച് 0 പ്ലസിലെ മോഡ് എച്ചിൻ്റെ വാല്യൂ പ്ലസ് എച്ച് ആണ്, അപ്പോൾ +1 കിട്ടും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ അല്ല, ഡസ് നോട്ട് ഈക്വൽ ആണ്. അതായത് ദ ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ഡസ് നോട്ട് എക്സിസ്റ്റ്. Therefore, the area of a circle is related to its diameter d by the equation a equal to pi by 4 d square. How fast does the area change with respect to that diameter when diameter is 10 meter? Area and diameter നമ്മൾ റിലേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ a equal to pi by 4 d square ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് does the area changes with respect to the diameter, that is dA by dd ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഡിയോടെ ഡെറിവേറ്റീവ് എടുത്താൽ 2d സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2d വരും. 2 ഇൻറ്റു പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ പൈ ബൈ 2d. അറ്റ് d ഈക്വൽ ടു 10 ആണ്, അപ്പോൾ 2 പൈ ബൈ 2 ഇൻറ്റു 10, 2 ഇൻറ്റു പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ 5 ആണ്, 5 പൈ ആണ്. ദ ഏരിയ ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ദ ഡയമീറ്റർ at a rate of 5 pi square meter per meter when the diameter is 10 meters. ഓക്കെ, ഇതോടുകൂടി മൊഡ്യൂൾ 1ലെ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തു. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.